റീമ കല്ലിങ്ങൽ എറണാകുളത്ത് മയക്കുമരുന്ന് പാർട്ടി നടത്തുന്നു. അതിൽ പ്രായപൂർത്തിയാവാത്ത കുഞ്ഞ് പെൺകുട്ടികളെ വരെ അതിൽ ഉപയോഗിക്കുന്നു. അതുവഴി കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ലൈംഗികമായിട്ടുള്ള വീഴ്ചകൾ നടത്തുന്നു. ഇങ്ങനെ ഒത്തിരി ആരോപണം ഉന്നയിച്ചിട്ട് എന്തുകൊണ്ട് റീമ കല്ലിങ്ങലിനെതിരെ ഒരു കേസെടുക്കുന്നില്ല? അപ്പൊ ഇവിടെ ഇരട്ട നാപ്പും ഇരട്ട നീതിയുമാണോ നടപ്പിലാക്കുന്നത് കേരളത്തിൽ? പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് കേസെടുക്കാൻ വേണ്ടി പോലീസുകാർ നമ്മുടെ ആഭ്യന്തര വകുപ്പും ഒക്കെ കച്ചകെട്ടി അങ്ങ് ഇറങ്ങുമ്പോ എന്തുകൊണ്ടാണ് രേവതിയുടെ കേസിൽ അവർക്കെതിരെ ഒരു കേസെടുക്കുന്നില്ല? അവരും ദിലീപും ചെയ്തത് ഒരേ തെറ്റല്ലേ? ഈ തെറ്റ് ചെയ്തു എന്ന് പറയുന്നു. ദിലീപ് തെറ്റ് ചെയ്തു എന്ന് ഇതേവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ചെയ്തതെന്താണ്? പൾസർ സുനി നടിയുടെ ഫോട്ടോ വീഡിയോ എടുത്ത് ദിലീപിന് അയച്ചു കൊടുത്തു. ഇത് തന്നെയല്ലോ കുറ്റം ചെയ്ത കുറ്റമാണല്ലോ. എന്നാൽ ഇവിടെ രഞ്ജിത്ത് ഒരു യുവാവിനെ അവന്റെ നഗ്ന ഫോട്ടോ എടുത്ത് രേവതിക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പോലും രേവതിക്ക് ഇത് എന്തുകൊണ്ടൊരു നടപടി എടുക്കുന്നില്ല? അപ്പൊ ഇവിടെ ഇരട്ട നാപ്പും ഇരട്ട നീതിയുമാണോ നടപ്പിലാക്കുന്നത് കേരളത്തിൽ? ഒരു തെറ്റ് ചെയ്താൽ തുല്യനീതി നടപ്പിലാക്കണം. ഒരു കേസ് കുറ്റക്കാരെല്ലാവരും പ്രതികൾ തന്നെയാണ്, അല്ലെങ്കിൽ പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്നവരാണ്. അവർക്കെതിരെ കൃത്യമായിട്ടും കേസെടുക്കണം. ഒരു യുവാവ് വന്ന് അവൻ കറക്റ്റായിട്ട് പറയല്ലേ രഞ്ജിത്തിനെതിരെ കേസെടുക്കണം എന്ന് പറയുമ്പോ രഞ്ജിത്തിന്റെ കൂടെ അതേ കൂട്ടുപ്രതിയാണ് രേവതി എന്ന് പറയുന്നത്. രേവതിക്കെതിരെ കേസെടുക്കണം. കേസെടുക്കാതെ എന്തിനാ പെടുന്നത്? അത് മാത്രമോ? റീമ കല്ലിങ്ങിനെതിരെ ഒരു ആരോപണം വന്നല്ലോ. റീമ കല്ലിങ്ങില് അതൊരു പ്രശസ്തയായിട്ടുള്ള തമിഴ് ഗായികയാണ് പറഞ്ഞ ചിത്ര. അവരാണ് ആരോപണം ഉന്നയിച്ചത്. റീമ കല്ലിങ്ങൽ എറണാകുളത്ത് മയക്കുമരുന്ന് പാർട്ടി നടത്തുന്നു. അതിൽ പ്രായപൂർത്തിയാവാത്ത കുഞ്ഞ് പെൺകുട്ടികളെ വരെ അതിൽ ഉപയോഗിക്കുന്നു. അതുവഴി കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ലൈംഗികമായിട്ടുള്ള വീഴ്ചകൾ നടത്തുന്നു. ഇങ്ങനെ ഒത്തിരി ആരോപണം ഉന്നയിച്ചിട്ട് എന്തുകൊണ്ട് റീമ കല്ലിങ്ങലിനെതിരെ ഒരു കേസെടുക്കുന്നില്ല? ഇവിടെ പുരുഷന്മാർക്കെതിരെ ഒരു കേസെന്ന് പറഞ്ഞു തരുമ്പോ കേസെടുക്കാൻ പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോ കണ്ട ഒരു SP മലപ്പുറം മുൻ SP-ക്കെതിരെ സുജിത ദാസിനെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടത് ഉന്നതരായിട്ടുള്ളവരുടെ കേസുകൾ വരുമ്പോ അവർക്കെന്താ ഒരു കൊമ്പുണ്ടോ? ഇപ്പൊ വ്യാജ പരാതി എന്തോ ആയിക്കോട്ടെ, അന്വേഷണം എന്തുകൊണ്ട് ആ രീതിക്ക് നടക്കുന്നില്ല? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഈ സ്ത്രീകൾ പിന്നെ ഇങ്ങനെയുള്ള ഉന്നതന്മാരെ സത്യം പറഞ്ഞാൽ ഇവർക്കെതിരെ ഇതുപോലുള്ള വ്യാജ ആരോപണങ്ങൾ വരണം. ഇവരൊക്കെ ഏതെങ്കിലും ഒരു പെണ്ണ് കൊണ്ടുവന്ന ഒരു പരാതി കൊടുത്താൽ, പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ, കാള പെറ്റു എന്ന് കേൾക്കുന്നതിന് മുമ്പ് ഉടനെ കൈവെടുത്തുകൊണ്ട് ഓടും പുരുഷനെ അറസ്റ്റ് ചെയ്യാൻ. അവനെ ഈ ആരോപണം ഉന്നയിക്കുന്ന പെണ്ണിന്റെ മുൻപിലിട്ട് തല്ലാൻ, അത് ഭാര്യ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, ആ പെണ്ണിന്റെ മുന്നിട്ട് തല്ലുകയും അവനെ തേജോവധം ചെയ്യുകയും അവനെതിരെ ഭീകരമായിട്ടുള്ള വകുപ്പുകളിട്ട് കേസെടുത്ത് ജയിലടയ്ക്കുന്നു. അപ്പോ ഇതിനൊക്കെ നിങ്ങൾ ചെയ്തത് ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണമെന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ചെയ്തതിനുള്ള ഫലമാണ്, കർമ്മഫലമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസുകാർ. ഈ ഇവിടെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് മിക്കവാറും വ്യാജപരാതിയൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതുപോലുള്ള രാഷ്ട്രീയക്കാർക്കും നിങ്ങൾ ഉന്നതമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതുപോലുള്ള വ്യാജ ആരോപണങ്ങൾ വന്നാൽ മാത്രമേ സാധാരണക്കാരുടെ വില എന്താണ്, അവരുടെ അഭിമാനത്തിന്റെ വില എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾക്കൊന്നും ഒരു കുടുംബമോ ഒരു വിലയോ നിലയോ ഇല്ലാത്ത സ്ത്രീകളാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe now. Thank you.